കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പ്രതീകങ്ങളായി ഊരാളിയവരുടെ അതീശത്വം ഉറപ്പിക്കപ്പെട്ടപ്പോൾ വിശ്വാസ കേന്ദ്രങ്ങളായി ആരാധനാലയങ്ങൾ ആവിർഭവിച്ചു. തമിഴ് ഭാഷാ സംസ്കാരത്തിൻ്റെ പിന്മുറക്കാരിൽ നിന്നും അങ്ങനെ രൂപമെടുത്ത ആരാധനാലയങ്ങൾ മലനടകളായി. ആദിമാനവികതയുടെ കാൽപ്പനിക വിശ്വാസങ്ങൾ പിന്മുറക്കാരുടെ ആചാരവും അനുഷ്ഠാനവുമായി കാലം പരിണമിപ്പിച്ചപ്പോൾ കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം തേടിയ ഗോത്ര സമൂഹം തങ്ങളുടെ വിളയുത്സവങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. നമസ്തേ സാർ. നമസ്കാരം സാർ. ഇത് നെടുങ്കുരുന്നി മലനട. അതെ, ഉളവക്കാട് നെടുങ്കുരുന്നി മലനട. കേരളത്തിൽ ഇപ്പോൾ അനവധിയായ മലനട ക്ഷേത്രങ്ങളുണ്ട്. ഒരു വലിയ ഗോത്ര സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് മലനട ക്ഷേത്രങ്ങളൊക്കെയും അറിയപ്പെടുന്നത്. ഈ ക്ഷേത്ര ആചാരങ്ങൾ ആ ഗോത്രാചാരങ്ങളുമായി തന്നെ ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളാണോ? അതെ, ഈ തികച്ചും ഹിന്ദുക്കളുടെ ആരാധന കേന്ദ്രമാണ് ഈ നൂറിനാട് ഉളവക്കാട് നെടുങ്കുരുന്നി മലനട ക്ഷേത്രം. ഇതിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് പ്രവചിക്കാൻ പോലും പറ്റാത്തതാണ്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ഞങ്ങളുടെ അപ്പനപ്പന്മാർക്ക് അപ്പുറം തന്നെ ഈ ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇത്രയും പുരോഗതിയില്ലായിരുന്നു. അന്ന് തൊട്ട് ഈ ക്ഷേത്രത്തിലെ ദുര്യോധനന്റെ മൂർത്തിയെ ആരാധിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഉളവക്കാട് നെടുങ്കുരുന്നി മലനട ക്ഷേത്രം. ദുര്യോധനാണ് പ്രധാന സങ്കല്പം. അതെ അതെ, ദുര്യോധനനെ ബന്ധിച്ചുകൊണ്ട് പരമശിവൻ വെളിയിൽ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ് ഉളവക്കാട് നെടുങ്കുരുന്നി മലനട ക്ഷേത്രം. ഇവിടെ 2 പ്രതിഷ്ഠാ സങ്കല്പമാണല്ലോ. അതെ, വെളിയിൽ പരമശിവനെയാണ് ധ്യാനിക്കുന്നത്. ഇവിടെ ബ്രാഹ്മണ പൂജ നടത്താവുന്നതാണ്. വെളിയിൽ അകത്തെ ഊരാളി ആണ് സങ്കല്പികമായി പൂജിക്കുന്നത്. അപ്പൊ പൗരാണികമായ ഗോത്രാചാരങ്ങളെ നിലനിർത്തിക്കൊണ്ട് ദുര്യോധന പ്രതിഷ്ഠാസങ്കല്പം കൊടുത്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്, ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. ഇതിന് മറ്റു ഉപദേവതാ പ്രതിഷ്ഠകളൊന്നും ഇല്ല. അത് ഉപദേവ പ്രതിഷ്ഠകൾ പലയിടത്തും ഞങ്ങൾ എന്ന് താന്ത്രികവിധി പ്രകാരം പ്രശ്നം വെക്കുകയും ജ്യോതിഷം വെക്കുകയും ഒക്കെ ചെയ്തപ്പം അത് പാടില്ല എന്നാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. പ്രധാന മൂർത്തി ദുര്യോധനാണ്. അപ്പൂപ്പൻ എന്നുള്ള സങ്കല്പമാണ് ദുര്യോധനെ ഇവിടെ വെച്ച് ആരാധന അപ്പൂപ്പനായിട്ട് സങ്കല്പിച്ചാണ്. അതെ, പ്രകൃതി ആരാധന. അതെ അതെ. ഓക്കെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇത്രയും വിവരങ്ങൾ നൽകിയ അങ്ങേക്ക് എൻ്റെ നന്ദി.